നമസ്കാരം. മലേഷ്യയിലെത്തി ഇന്നൊരു ഡബിൾ ഡെക്കർ ബസ്സിലാണ് യാത്ര. മലേഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ജോർജ് ടൗണിൽ നിന്നും കോലാലംപൂരിലേക്കാണ് ഇന്ന് പോകുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ പറയാം. ഇതൊരു ദ്വീപാണല്ലോ. ഇവിടുന്ന് ആദ്യം ഒരു ഫെറി കയറി നേരെ ബട്ടർവർത്തിലേക്ക് പോകും. അവിടുന്നാണ് നമുക്ക് പോകാനുള്ള ബസ്സൊക്കെ ഉള്ളത്. ജോർജ് ടൗണിൽ ഞങ്ങളെടുത്ത ഡബിൾ ഡെക്കർ മുറി ഇതാണ്. അത്യാവശ്യത്തിന് നല്ലൊരു മുറി തന്നെയായിരുന്നു ഇത്. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 50 റിങ്കറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ റൂമിലത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഡാമേജ് ആക്കുവാണെങ്കിൽ അവരത് അതിൽ നിന്ന് ഈടാക്കും. ഇനിയിപ്പോൾ സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യാം. രാവിലെ 7 മണിയായേ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫെറി ടെർമിനലിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഒരു കൂട്ടം പ്രാവുകൾ എത്ര ഉണ്ട്. അവറ്റകൾ അവിടെ നിന്ന് അത് കഴിക്കട്ടെ, നമുക്ക് ഇതുവഴി നടക്കാം. ഇവിടെ സൺറൈസ് 7:30 ഇപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട്. പിന്നെ സുഖമായിട്ട് നടന്നു പോകാൻ ഇതാ നല്ല വഴികളൊക്കെയാണ്. ദ ജോർജ് ഇത് അത്യാവശ്യത്തിന് ഇതൊരു ഹോട്ടലാണ്. ഇതുവഴി തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. നടന്നിപ്പോൾ ഫെറി ടെർമിനലിന്റെ ഭാഗത്തെത്തിയേ. ഇവിടെ തന്നെയാണ് ബസ് സ്റ്റേഷനും വരുന്നത്. ഈ ജോർജ് ടൗണിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ ഉണ്ട്. പെനാങ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. നിങ്ങൾക്ക് വിമാനം വഴി ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ ഈ നഗരത്തിലുടനീളം ഫ്രീ ബസ് സർവീസ് ഒക്കെ ഉണ്ട്. CAT എന്നാണ് പറയാ, അതായത് സെൻട്രൽ ഏരിയ ട്രാൻസിറ്റ് എന്നാണ് അതിന്റെ ഒരു പേര് വരുന്നത്. രാവിലെ 6 മണി മുതൽ രാത്രി 11:45 വരെയാണ് ഈ ഒരു ഫ്രീ ഷട്ടിൽ സർവീസ് ഉള്ളത്. ഇത് ഒരുപാട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇതിലേക്ക് യാത്ര ചെയ്താണ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിന്റെ ഒരു കാഴ്ച ഇതാണ്. ഒരുപാട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളൊക്കെ കാണാം. ഇപ്പോൾ ഇതാ ഈ ഭാഗത്താണ് ഫെറി ടെർമിനൽ വരുന്നത്. ഫെറിയിലുള്ള ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 2 റിങ്കറ്റാണ് ആയത്. 7:40 ഇനി ഒരു ഫെറി ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ 8 മണിക്ക് ഒന്നും കൂടി ഉണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ബട്ടർവർത്ത് എന്നൊരു സ്ഥലത്തേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെയാണ് പെനാങ് സെൻട്രൽ. അതായത് ഇനിയിപ്പോൾ ബസ്സൊക്കെ കയറാനുള്ളത് ഇവിടെ നിന്നാണ്. ഫെറി ടെർമിനലിലേക്ക് ഇതാ അടുകയാണ്. 10 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ ജോർജ് ടൗൺ ടു ബട്ടർവർത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ 2 വീലറൊക്കെ വരും കേട്ടോ. ഇവിടെയൊക്കെ വലിയ വലിയ കപ്പലുകളാണ്. ആദ്യം പോവുക 2 വീലറുകളാണ്, എന്നിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. സൈക്കിളും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ജോർജ് ടൗണിൽ നിന്ന് രാവിലെയുള്ള ആദ്യത്തെ ഫെറി 7 മണിക്കാണ്. നമ്മളിപ്പോൾ 10 മിനിറ്റ് ആണല്ലോ ഫെറി വഴി യാത്ര ചെയ്തത്. ഈ മലേഷ്യയിലുണ്ടല്ലോ ലങ്കാവി എന്ന് പറഞ്ഞിട്ടൊരു മെയിനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടേക്കും പോകേണ്ടത് ഈ ഫെറി വഴി തന്നെയാണ്. ഇതിപ്പോൾ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, പക്ഷെ ലങ്കാവിലേക്കൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കും. ഫെറി ടെർമിനൽ ഇവിടെയാണ്. റെയിൽ ട്രാക്ക് ഇതിലൂടെയാണ്. ബസ് സ്റ്റേഷൻ ഇവിടെയാണ്. പെനാങ് സെൻട്രൽ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടുന്ന് റൈറ്റിലേക്കാണ്, അതായത് ഇങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ കോലാലംപൂരിൽ നിന്ന് ബട്ടർവർത്തിലേക്ക് ട്രെയിനിലാണല്ലോ വന്നത്. ഇതിലൂടെയായിരുന്നു വന്നത്. പെനാങ് സെൻട്രലിലേക്കുള്ളൊരു എൻട്രൻസ് ഇതിലൂടെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബസ്സൊക്കെ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നത് നമുക്ക് ആദ്യം നോക്കാം. നമുക്കെന്തായാലും ബോർഡിംഗ് പാസ് എടുക്കണം ആദ്യം. ഇവിടെ ഒരുപാട് കൗണ്ടറുകളുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബോർഡിംഗ് പാസ് ആദ്യം എടുക്കാം. ഞങ്ങൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഈ ഒരു കൗണ്ടറിൽ കാണിച്ച് ഞങ്ങൾക്ക് പോകാനുള്ള ബോർഡിംഗ് പാസ് കിട്ടി. പെർ പേഴ്സന് 2 റിങ്കറ്റ് എക്സ്ട്രാ കൊടുത്തു കേട്ടോ. അത് സർവീസ് ചാർജാണ്. ഇനിയിപ്പോൾ ഗേറ്റ് നമ്പർ 5 നിന്നാണ് ബസ്സൊക്കെ പുറപ്പെടുക. 8:30 മാത്രമേ ബോർഡിംഗ് ആരംഭിക്കുള്ളൂ. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് മാർട്ടുകളുണ്ട്. എന്നാൽ പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. വെള്ളമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ബദാമിൻ്റെ ഒരു മിൽക്ക് ഷേക്കൊക്കെ എടുക്കുകയാണ്. ഇതിന് 2.50 റിങ്കറ്റാണ്. പിന്നെ ഇവിടെ മിൽക്ക് ഉണ്ട്, അതും കൂടെ എടുക്കാം. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ ചെക്ക് ചെയ്ത് പ്ലാറ്റ്ഫോമിലേക്ക് കയറുക. A13 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമുക്കിന്ന് പോകാനുള്ള ബസ് ഉള്ളത്. ഇപ്പം നിലവിലിപ്പോൾ ഇവിടെ വേറൊരു ബസ്സിൻ്റെ ബോർഡിങ് നടക്കുകയാണ്. അങ്ങനെ ഇതാ നമുക്ക് പോകാനുള്ള ഡബിൾ ഡെക്കർ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബോർഡിങ് ചെയ്യാം. ഇവിടെ ഒരുപാട് വണ്ടികൾ നിലവിലിപ്പോൾ ഇവിടെ ഉണ്ട്. താങ്ക് യു. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. ഇത് KL സെൻട്രലിലേക്കല്ല പോകുന്നത്, TBSലേക്കാണ്. ഇത് ഏറ്റവും മുകളിൽ ഇവിടെയാണ് ഞങ്ങളുടെ സീറ്റുകൾ.
ഈ ബാഗ് എന്തായാലും ഇതിൻ്റെ അകത്ത് വെക്കാം. നമ്മുടെ ബാഗ് ഇവിടെ വെക്കാം. അതാകുമ്പോൾ സേഫായിട്ട് അവിടെ ഇരിക്കുമല്ലോ. ഇനിയിപ്പം അകത്തേക്ക് കയറാം. ബസ്സിൻ്റെ അകത്തേക്ക് കയറുകയാണ്. പിന്നെ ലോവർ ഡെക്കർ ഇതാ ഇങ്ങോട്ടേക്കാണേ. ഞങ്ങൾ അപ്പർ ഡെക്കാണല്ലോ എടുത്തത്. മുകളിലേക്ക് കയറുവാണെങ്കിൽ ഇത് ഇവിടെയാണ് ഞങ്ങളുടെ സീറ്റുകൾ. മുന്നിൽ തന്നെ സീറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നല്ല അടിപൊളി വ്യൂ നമുക്ക് കിട്ടണം. വണ്ടി പുറപ്പെടാനായിട്ടില്ല. പിന്നെ ഇതും TBSലേക്ക് പോകുന്നൊരു വണ്ടി തന്നെയാണ്. ഇത് ഡബിൾ ഡെക്കറൊന്നും അല്ല. പിന്നെ ഇവിടുത്തെ ബസ്സുകൾ മുഴുവനും AC തന്നെയാണ്. ഈ ബസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. സ്കാനൊക്കെ ചെയ്തിട്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾക്കും ഒരു ഭാഗത്തേക്ക് കയറാൻ പറ്റില്ല. നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്ന ഭാഗം അതാണ്. അതൊക്കെ മുഴുവനും AC ആണ്. ബസ്സിൻ്റെ അകത്തെ ഒരു കാഴ്ച പറയുകയാണെങ്കിൽ ഈ ഭാഗത്താണ് AC വെന്റുകളൊക്കെ വരുന്നത്. കയറിയപ്പോൾ തന്നെ നല്ല കൂളിംഗ് ആണ്. പിന്നെ ഇവിടെയൊക്കെ CCTV ക്യാമറകളൊക്കെ ഉണ്ട്. ബട്ടർവർത്തിൽ നിന്നും കോലാലംപൂരിലേക്ക് 355 കിലോമീറ്റർ ആണ് ഈ ബസ്സിൽ ആകെ യാത്ര ചെയ്യാനുള്ളത്. 2 ആഴ്ച മുന്നെയാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഒരാൾക്ക് വരുന്ന ചാർജ് 53 റിംഗറ്റ് ആണ്. ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ 1260 അടുത്തൊക്കെ വരും. 9 മണിക്ക് പുറപ്പെടേണ്ട ബസ് 10 മിനിറ്റ് വൈകി 9:10 ഇപ്പം ഇതാ ഇവിടുന്ന് എടുത്തത്. ഇതാണ് ബട്ടർവർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഈ ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ ട്രെയിനുകൾക്കൊക്കെ ചാർജ് കുറച്ച് കൂടുതലാണ്. ഞങ്ങൾ കോലാലംപൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രെയിനാണ് വന്നത്. ഒരാൾക്ക് തന്നെ 122 റിംഗറ്റായി. അങ്ങനെ പ്രധാനപ്പെട്ടൊരു റൂട്ടിലേക്ക് ഇതാ ഇവിടുന്ന് കയറുകയാണ്. ഒരു കോർപ്പറേഷനൊക്കെ ഉണ്ട്. ഈ ഒരു വ്യൂ കിട്ടാൻ തന്നെയാണ് ഈ ഒരു മുൻ സീറ്റ് ബുക്ക് ചെയ്തത്. 5 മണിക്കൂർ 13 മിനിറ്റാണ് ഈ ബസ്സിന് ഓടിയെത്താൻ വേണ്ട സമയം. അതിന് മുന്നേ അത് എത്തുമോന്നൊക്കെ നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള റോഡ് ഉണ്ടാകുമ്പോൾ പിന്നെ നേരത്തെ തന്നെ എത്തുമല്ലോ. പെനാങ് സെൻട്രൽ ഒരു കെട്ടിടത്തിൻ്റെ വലിയൊരു കാഴ്ച. നമ്മൾ നേരത്തെ പോയ ഒരു റൂട്ടിൽ നിന്ന് വളഞ്ഞു വന്നു. ഈ ഭാഗത്ത് മുഴുവനും പാർക്കിംഗ് ഏരിയ ആണ്. പിന്നെ ഇവിടെ തന്നെ ഒരു പള്ളി കാണാം. മറ്റൊരു ഡബിൾ ഡെക്കർ. ഈ റൂട്ടിൽ ഒരുപാട് ഡബിൾ ഡെക്കർ ഉണ്ട്. എൻ്റെ പൊന്നെ, ഒരു കിടിലം പാലം, കിടിലം റോഡ്. വെയിലിപ്പോ നിലവിൽ അവിടെയാണുള്ളത്. 3 വരി 6 വരി പാതയാണിത്. താഴെ ഭാഗത്തൊക്കെ ബട്ടർവർത്ത് നഗരത്തിന്റെ ഭാഗങ്ങളാണ്. ഇത്രയും നല്ല റോഡുകൾ ഉണ്ടാകുമ്പം തീർച്ചയായിട്ടും ടോളുകളും ഉണ്ടാവുമല്ലോ. ആദ്യത്തെ ഒരു ടോൾ ബൂത്ത്. ഇവിടെ ഒരു പെട്രോൾ പമ്പിലേക്ക് വന്നിരിക്കുകയാണ്. പെട്രോൾ അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജുറു എന്നാണ് ഈ ഒരു ടോൾ പ്ലാസയുടെ പേര്. ഈ മോർണിംഗ് ആയതുകൊണ്ടാണോ ഇത്രയും തിരക്കെന്ന് അറിയില്ല. ഇതിപ്പോ ഒരുപാട് നേരം ഇവിടെ തന്നെ. ഞങ്ങൾ ഇന്ന് രാവിലെ 5:30ക്കാണ് ഉറങ്ങി എഴുന്നേറ്റത്. കാരണം ഫെറിയൊക്കെ മാറി കയറി ഈ ബസ്സിലേക്ക് കയറണമല്ലോ. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നത്. മലേഷ്യൻ സമയം ഇന്ത്യൻ സമയം തമ്മിൽ 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസമാണുള്ളത്. അതായത് നമ്മൾ 5:30ക്ക് ഉറങ്ങി എഴുന്നേൽക്കുവാണെങ്കിൽ നമ്മുടെ സമയം ഏകദേശം ഒരു 3 മണി. അതായത്
3 മണി നേരത്താണ് നമ്മൾ ഉറങ്ങി എണീറ്റത്. നമ്മുടെ ആ ഒരു സമയത്തിന്റെ ഇതനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഇത് മൊത്തം പോകുന്നത്. അതായത് രാത്രിക്ക് ഇപ്പം ഇവിടെ ഒരു 11 മണിക്ക് ഉറങ്ങാൻ നോക്കിയാലും ആ സമയത്ത് ഉറക്കമൊന്നും വരുന്നില്ല അല്ലേ? അതായത് ഇന്ത്യൻ സമയം ഏകദേശം നേരം 8:30 ആയിട്ടുണ്ടാവും. ഈ 8:30ക്കാണല്ലോ നമ്മൾ ഇന്ത്യയിൽ താമസിച്ച് നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്കും പൊരുത്തപ്പെടൂലല്ലോ. അത് പൊരുത്തപ്പെടണമെങ്കിൽ മാക്സിമം 1 മാസത്തിന്റെ മേലേക്ക് താമസിക്കാൻ മാത്രമേ ആവുള്ളൂ. അതാണ് പെട്ടെന്ന് തന്നെ എന്താ പറയാ, കിടന്നാലും ഉറക്കം വരൂല. അതായത് ഇപ്പൊ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് റോഡാണല്ലോ, ഉറക്കം വരിക. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു 90% വാഹനങ്ങളും കാറുകൾ തന്നെയാണ്. അതായത് ഈ മലേഷ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് കാറുകൾ തന്നെയാണ്. ഇവിടുത്തെ ഡ്രൈവിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈൻ ഡിസിപ്ലിൻ നല്ല രീതിയിൽ തന്നെയുണ്ട്. ഇനി ഇതിലൂടെ ഒരു ഇത് കാണുന്നില്ല, ഇതിലൂടെയാണ് 2 വീലറുകളൊക്കെ കയറി പോകുന്നത്. ആരും ഹോൺ അടിച്ച് ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല, ഇടക്ക് കയറി പോകുന്നില്ല. അതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് വന്നാൽ കാണുന്ന ഒരു കാഴ്ച. പെരാക്ക് എന്നൊരു സ്റ്റേറ്റ് വഴിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല ബ്ലോക്ക് തന്നെയാണ് കേട്ടോ. ഒരുപാട് നേരെ ഇങ്ങനെ തന്നെയാണ്. ഈ ഭാഗത്ത് മുഴുവനും വലിയ വലിയ മലനിരകളൊക്കെയാണ്. പിന്നെ ഈ ബസ് വലിയ സ്പീഡിലുമല്ല പോകുന്നത്, അത് വേറൊരു കാര്യം. മൊത്തത്തില് ബ്ലോക്കാ. ഇതൊരു ഗാർഡ് സെക്ഷൻ ആണെന്നാ തോന്നുന്നത്. ഒരു ടണലിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. മെനോര എന്നാണ് ഈ ഒരു ടണലിന്റെ പേര്. 800 മീറ്റർ ആണ് ആകെ നീളം. പിൻ ടണലാണ് കേട്ടോ. അതിലൂടെ മറ്റൊരു ഭാഗത്തുനിന്ന് വരുന്ന ഒരിതും കാണാം. കാറുകൾ കയറ്റി വരുന്ന ഒരു ട്രക്ക്. ഇവിടെ വലിയ വലിയ പാറയാണ്. ഒരു മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ ഈ ഒരു റൂട്ട്. പക്ഷേ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ഡേഞ്ചറായ ഒരു ഭാഗമാണ്. ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് കോലാലംപൂർ നേരെ. മിക്കവാറും നമ്മൾ ബൈപ്പാസ് വഴി പോകാനേ സാധ്യതയുള്ളൂ. ഈ ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണത്. നമ്മൾ ബൈപ്പാസ് വഴി തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പം മുൻഭാഗത്തേക്ക് വലിയ വലിയ മലനിരകളാണ്. അതായത് ഈ ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോ നഗരം പിന്നിട്ടതോടുകൂടി ആ വലിയൊരു തിരക്കൊഴിവായി. ഇനിയും ഒരു 200 കിലോമീറ്ററിന്റെ അടുത്ത് യാത്ര ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പൊ ബസ്സിനും കുറച്ച് വേഗത കൂടി. ഇങ്ങനെ കുറച്ച് ബസ്സുകളൊക്കെ വന്ന് ഓവർടേക്ക് ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. അതൊന്നും ഡബിൾ ഡെക്കർ അല്ലല്ലോ. ഒന്നേ 45 ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണെന്നാ. ഇവിടെ മറ്റും കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. വണ്ടി നിർത്തി. അപ്പോൾ ഇവിടെയാണ് ഒരു ബ്രേക്ക് ഉള്ളത്. അതായത് ഹൈവേൻ്റെ തൊട്ട് ഈ ഭാഗത്ത് തന്നെയാണ് വണ്ടി നിർത്തിയത്. ഇവിടെ ഒരുപാട് മറ്റു വണ്ടികളും വരുന്നുണ്ട്. അങ്ങ് അവിടെയാണ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളത്. നമ്മുടെ വണ്ടിയുടെ ഒരു കാഴ്ച ഫുള്ളായിട്ട് കണ്ടില്ലല്ലോ. അലിയ എക്സ്പ്രസ് ഇവിടെ പോകുന്ന ഒരു റൂട്ടൊക്കെ എഴുതിയിരിക്കുന്നതാണ്. പെനാങ് ബട്ടർവർത്ത് നിന്ന് TBSലേക്ക് ഒരു സെറ്റപ്പ് വണ്ടി തന്നെ. ഇത് നമ്മുടെ ആ ഒരു സീറ്റുള്ളത് ഈ ഭാഗത്താണ്. ഇനിയിപ്പം ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം വഴി നടക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ്. എക്സിക്യൂട്ടീവ് കോച്ച് എന്നൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്.
ഇത് ഹൈറ്റ് അല്ലേ? ഇവിടെ എന്തായാലും ഒരു കുറച്ചു നേരം വണ്ടി നിർത്തും. ബസ്സിന്റെ ലോവർ ഡെക്കറിന്റെ ഭാഗത്തേക്ക് ഫുള്ളായിട്ടൊന്ന് കയറാം. ഇവിടെയാണ് ഡ്രൈവറുടെ ആ ഒരു ക്യാബിനൊക്കെ വരുന്നത്. ഇത് മുകളിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഇതാ ഇത്രയും, അതായത് കുറച്ചും കൂടെ ഒരു നല്ലൊരു താഴ്ചയിൽ ഇരിക്കുന്നൊരു ഫീലാണ്. AC വെൻ്റൊക്കെ ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. പിന്നെ ഇവിടെ തന്നെ TV ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത്. 10 മിനിറ്റാണ് ബസ് ഇവിടെ നിർത്തിയത്. ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി വെള്ളവും ജസ്റ്റ് ഒരു സ്നാക്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ചെറിയ ഇതുപോലുള്ള കടകളും കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റോഡില്ലേ, ഇത് തന്നെയാണ് മലേഷ്യയിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈവേ. ഇതിന്റെ പേര് വരുന്നത് നോർത്ത് സൗത്ത് എക്സ്പ്രസ് വേ എന്നാണ്. മലായി ഭാഷയിൽ പറയുവാണെങ്കിൽ ലെബുരായി ഉത്താര സെലാത്ത എന്ന് പറയും. അപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങി എവിടുന്ന് അവസാനിക്കും നമുക്ക് നോക്കാം. ഈ മലേഷ്യയിലെ ടോട്ടൽ 13 സ്റ്റേറ്റ് ഉണ്ട്. ഏറ്റവും നോർത്ത് ഭാഗത്ത് സ്റ്റേറ്റ് ഉണ്ട്, കെഡ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ഥലത്തിന്റെ പേര് വരുന്നത് ബുക്കിറ്റ് കായു ഹിതം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് തായ്ലൻഡ് ബോർഡറിന്റെ ഒരു ഭാഗത്ത് വരും. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും താഴെ ഭാഗം, അതായത് സൗത്ത് ഭാഗം വരുന്നത് സിംഗപ്പൂർ ബോർഡറാണ്, ജോറ ബാറു. ആ ഒരു സ്റ്റേറ്റിലെ JB വരെയാണ് ഈ ഒരു ഹൈവേ പോകുന്നത്. ഇതിന്റെ ടോട്ടൽ കിലോമീറ്റർ 772 മലേഷ്യയിലെ 7 സ്റ്റേറ്റ് വഴിയാണ് ഈ ഒരു ഹൈവേ കടന്നു പോകുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ഇത് ബന്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഹൈവേയില് ഇതിനെ 2 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. നോർത്തേൺ റൂട്ട് എന്നും സദേൺ റൂട്ട് എന്നും പറഞ്ഞിട്ട്. അതിൽ നോർത്തേൺ റൂട്ട് വരുന്നത് പറഞ്ഞ പോലെ തന്നെ തായ്ലൻഡ് ബോർഡറിലെ ആ ഒരു ബുക്കിറ്റ് കായു ഹിതാമെന്ന് നമ്മളിപ്പോൾ വന്ന പെനാങ് ഡിസ്ട്രിക്ട്, പെരക് ഡിസ്ട്രിക്ട് വഴി നേരെ കോലാലംപൂർ വഴിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കൂടാതെ സദേൺ റൂട്ടാണെങ്കിൽ കോലാലംപൂരിൽ നിന്ന് മലാക്ക വഴി JB വരെയാണ്. ഇനി ഒരു 55 കിലോമീറ്ററും കൂടെ ഉള്ളൂ കോലാലംപൂരിലേക്ക്. ഗെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് പോകുന്ന ഒരു വഴി ഇതിലൂടെയാണ്. അപ്പോൾ ഇവിടുന്ന് വളരെ അടുത്താണ് ഗെൻഡിങ് ഹൈലാൻഡ്സ്. നമ്മൾ അവിടെയൊക്കെ പോയതാണ്, വീഡിയോയൊക്കെ പകർത്തിയതാണ്. നല്ല അടിപൊളി പ്ലേസാണത്. മലേഷ്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. നേരത്തെ ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ചെറിയൊരു ബ്രേക്കിന് വേണ്ടിയിട്ട്. അതൊരു ഹബ്ബാണ്. ഈ പോകുന്ന റൂട്ടിൽ ഒരുപാട് ഹബ്ബുകളുണ്ട്. ഈ പോകുന്ന റോഡിൻ്റെ സൈഡിലൊന്നും നിർത്താനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പെട്രോൾ പമ്പിൽ പോയിട്ട് പിന്നെ അവിടുത്തെ വാഷ്റൂമൊന്നും യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇതുപോലെയുള്ള ഹബ്ബുകളിൽ നിർത്തുവാണെങ്കിൽ അവിടെ തന്നെ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട്, കഫേകളുണ്ട്, വാഷ്റൂം ഏരിയാസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മളിതാ കോലാലംപൂർ ഫെഡറൽ ടെറിട്ടറിയിലേക്ക് കയറുകയാണ്. അങ്ങനെ വലിയ വലിയ സ്കൈ ലൈനുകളൊക്കെ ഇതാ കണ്ടു തുടങ്ങിയാണ്. കോലാലംപൂർ നഗരം ഇതാ ഇവിടെ മുതലാണ് ഇനി തുടങ്ങുന്നത്. ഒരു ടോൾ പ്ലാസ വരാനുണ്ട്. അപ്പം നോക്കി, അടിപൊളിയല്ലേ? ഇനിയിപ്പോൾ ഒരുപാട് ദൂരം ഒരു നഗരത്തിൻ്റെ അകത്തൂടെ തന്നെയാണ് നമ്മൾ പോവുക. ഇവിടെ ഇപ്പോൾ 1, 2, 3, 8 വരി പാതയാണ്. KL സെൻട്രൽ വഴി തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യം മലേഷ്യയിൽ വന്ന സമയത്ത് താമസിച്ചത് KL സെൻട്രലിൻ്റെ ഭാഗത്തായിരുന്നു. പാലങ്ങൾ ഏതൊക്കെ വഴിയാണ് പോകുന്നത് നോക്കിയേ.
ശരിക്കും കോലാലംപൂർ സിറ്റി ഒരു അടിപൊളി സിറ്റി തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയാണ് എല്ലാ ഭാഗത്തും. ഇത് മെലാക്ക ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡ് തന്നെയാണ്. ഇതൊരു എക്സ്പ്രസ് വേ ആണ്. റോഡുകൾ പല ഭാഗം വഴി കടന്നു പോകുന്നതൊക്കെ കാണാം. ഇനി ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ ബസ് സ്റ്റേഷനിലേക്ക്. വെൽക്കം ടു കോലാലംപൂർ എന്നുള്ള ഒരു വലിയൊരു കവാടൊക്കെ കാണാം. ഇവിടെയൊക്കെ കെട്ടിടങ്ങളാണ്. ബസ് സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്താണ്. ഇനിയിപ്പോൾ ഇങ്ങനെ വളഞ്ഞേ പോകുള്ളൂ. ഇതാണ് മെലാക്ക JV ഭാഗത്തേക്കുള്ള റോഡ്. നമ്മളിതാ നേരെ ഇനിയിപ്പോൾ ഒരു ബസ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് കയറി TVSൻ്റെ ടെർമിനൽ ഭാഗത്തേക്ക്. അങ്ങതിലൂടെ ട്രെയിൻ പോകുന്നത് കാണാം. അങ്ങനെ TVSലേക്ക് ഇതാ എത്തുകയാണ്. ഇതാണ് ഇനിയിപ്പോൾ നേരെ ബസ് സ്റ്റേഷനിലേക്കുള്ള ഒരു വേ. TVS ഇവിടെ 2:15 എത്തേണ്ടത്. ഇപ്പം 3:20. ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ നെയിം. ഇനി ഇത് എവിടെ കൊണ്ടുപോയി നിർത്തുന്നത് നോക്കണം. ഇത് അത്യാവശ്യത്തിന് വലിയൊരു ബസ് സ്റ്റേഷനാണ്. അവിടെ നിന്നൊരു ETS ഇലക്ട്രിക് ട്രെയിൻ സർവീസ് എന്നാണ് ETSൻ്റെ ഒരു ഫുൾ മീനിങ്. റെയിൽ ട്രാക്കും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരുപാട് ദീർഘദൂര ബസ്സുകളൊക്കെയാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇവരിതിനിപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ടാണ് ഇത് നിർത്തുക എന്ന് നോക്കണം ആദ്യം. ഒരുപാട് കറങ്ങി ഇപ്പം തന്നെ. അങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോം ഉള്ള ഭാഗത്തേക്ക് ഇതാ എത്തി. അവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കാണാം. ഇവിടെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്. പ്ലാറ്റ്ഫോം J. നമ്മൾ വന്ന ഒരു ബസ് ഇതാ ഇവിടെ നിന്ന് പോവുകയാണ്. നല്ല കിഡിലൻ സർവീസ് ആയിരുന്നു കേട്ടോ. TBS ഇതിൻ്റെ ഒരു ഫുൾ മീനിങ് വരുന്നത് ടെർമിനൽ ബർസേപാദോ സെലാട്ടാൻ എന്നാണ്. KL സെൻട്രലിൽ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടുന്ന് സിറ്റിക്കകത്ത് മാത്രം സർവീസാണ്. അതായത് എയർപോർട്ട്, ഗെൻഡിങ് ഐലൻഡ് ആ ഭാഗത്തേക്കുള്ളതാണ്. ഇവിടെ നിന്നാണ് ലോങ് സർവീസ്. മെലാക്ക, സിംഗപ്പൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നാണ് ബസ്സൊക്കെ കിട്ടുക. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. ഒരുപാട് ചുറ്റിക്കറങ്ങിയിട്ടാണ് വന്നത്. ഇതിലൂടെ ഇറങ്ങാം. ഇവിടെ ഓരോരോ ബസ്സുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ബസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ബസ് സ്റ്റേഷൻ. ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ TBS എന്നൊക്കെ എഴുതിയത് കാണാം. എന്തായാലും ആദ്യം ഒരു മുകളിലേക്ക് പോവാം. ഒരുപാട് ഡബിൾ ഡെക്കർ ബസ്സുകളുണ്ട് ഈ ഭാഗത്ത്. എക്സിറ്റ് ഇതുവഴിയാണ്. അതായത് നമ്മൾ നേരത്തെ ബട്ടർവർത്തിലെ പെനാങ് സെൻട്രൽ പോയില്ലേ, അതൊക്കെ പോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഓ അടിപൊളി. ഇനിയിപ്പോൾ എക്സിറ്റ് ചെയ്ത് വഴിയാണെന്ന് ആദ്യം നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇതൊരു മാർട്ടാണ്. പിന്നെ വെയിറ്റിംഗ് ഏരിയ തന്നെ ഒരുപാടുണ്ട്. കഫേകളുണ്ട്, ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ KL സെൻട്രലിൻ്റെ അകത്ത് കയറിയാൽ ഇങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഒരു നമ്മൾ പെട്ടെന്ന് കയറുമ്പോൾ ഒരു മാളിൻ്റെ ഒരു പ്രതീതി ഇല്ലേ, അങ്ങനെ തന്നെയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. കാരണം അടുത്ത ദിവസം ഇവിടെ നിന്ന് തന്നെയാണ് ബസ് കയറി പോകാനുള്ളത്. ഇപ്പം ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് കാണിക്കുന്നത്. ബസ് സ്റ്റേഷൻ വരുന്ന ഭാഗത്തൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ബന്ദർ താസിക് സെലട്ടൻ എന്നാണ് അതിൻ്റെ പേര്. ഇനിയിപ്പോൾ റൂമുള്ള ഭാഗം, അതായത് ഈ ഒരു സുങ്കൈ ബേസി എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷൻ്റെ ഏരിയയിലാണ്. ഇവിടത്തേക്ക് 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. എന്നാൽ പിന്നെ മെട്രോയിൽ പോകാം.
ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. കൗണ്ടറിൽ പോകേണ്ട കാര്യമില്ല, ഇതുപോലുള്ള മെഷീനുകളുണ്ട്. ഇതിലിപ്പോൾ റൂട്ട് സെലക്ട് ചെയ്യാം, എന്നിട്ട് സ്റ്റേഷൻ 2 പേര് 2.40 റിങ്കറ്റ് ആണ്. ഇനിയിപ്പോൾ ക്യാഷ് ഇട്ടോ, ഇവിടെ 1 റിങ്കറ്റ് നമുക്ക് ക്യാഷായിട്ട് ഇങ്ങനെ ഇടാം. അത് പൊക്കോളും, അത് പോയി. ഇനി ബാക്കി കോയിൻസ് ഇട്ടോ, കോയിൻസ് മൊത്തം ഇട്ടോ. ഇവിടെ ഇതാ നമ്മുടെ ടോക്കണും പിന്നെ ഒരു ബാലൻസും കൂടെ വരാനുണ്ടല്ലോ, അതും കൂടെ കിട്ടി. മെട്രോയിൽ കയറി, അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ. വലിയ തിരക്കൊന്നും തന്നെയില്ല ഈ സമയത്ത്. ഇവിടെ മെട്രോ വന്നിറങ്ങിയത് ഉപകാരമായി. ഇവിടെ നിന്ന് ഇപ്പോൾ ഹോട്ടലിലേക്ക് 350 മീറ്റർ മാത്രമേ ഉള്ളൂ. ബസ് സർവീസ് ഒക്കെ ഉണ്ട്. ഇത് ആ ഭാഗത്തേക്കാണ് ഞങ്ങളുടെ ഹോട്ടല്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ഭാഗം. ഡി എലമെന്റ്സ് ഹോട്ടൽ, ഇതൊരു 3 സ്റ്റാർ ഹോട്ടൽ എന്നാണ് കണ്ടത്. ഇനിയിപ്പോൾ പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്യാം. ഹോട്ടലിന്റെ റിസപ്ഷൻ ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ തന്നെ 4:10 സമയം. ഇതാണ് ഞങ്ങളുടെ മുറി. പിന്നെ ഇവിടുത്തെ റൂമുകളെല്ലാം AC തന്നെയാണ്. പിന്നെ ഈ ഭാഗത്ത് തന്നെ ഒരു TV ഉണ്ട്, ഒരു മിറർ ഉണ്ട്, കോഫി മേക്കറൊക്കെ ഉണ്ട്. എന്തായാലും കോഫിയൊക്കെ ആക്കി കഴിക്കാം. പിന്നെ ഈ ഭാഗത്താണ് ടോയ്ലറ്റും ബാത്റൂമും വരുന്നത്. ടോയ്ലറ്റ് ഇതാ ഈ ഒരു ഏരിയയിലാണ്. ഈ ഭാഗത്താണ് ബാത്റൂം വരുന്നത്. പിന്നെ ഇവിടുത്തെ ബാത്റൂമിൽ നിന്നും ബക്കറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലുള്ളൊരു ഷവർ മാത്രമേ ആകെ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു മുറി എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടുത്തെ ആ ഒരു പ്രശ്നം, ഇവിടെ ലൈറ്റിംഗ് ഒക്കെ വളരെ കുറവാണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് ഒരു ദിവസമാണ് 1500 രൂപയാണ് മുറിക്ക് വന്ന വാടക. പിന്നെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് 10 റിങ്കറ്റ് ടൂറിസ്റ്റ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ കൊടുത്തു, പക്ഷെ അത് റീഫണ്ടബിൾ അല്ല. ചില ഹോട്ടലുകളിലാണെങ്കിൽ, മലേഷ്യയിൽ ഒട്ടുമിക്ക ഹോട്ടലുകളിലും ഡെപ്പോസിറ്റ് എമൗണ്ട് ഉണ്ട്. രാവിലെ തന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ ഞങ്ങളോട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ബസ്സിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് കോഫിയും അതാക്കി കഴിച്ചതിന് ശേഷം പുറത്തേക്ക് പോയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ TVSന്റെ അടുത്ത് തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, നാളെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. മലേഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് മലാക്ക. മലാക്ക എന്ന് എങ്ങനെ വേണമെന്ന് നമുക്ക് പറയാം. അപ്പൊ അവിടത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ കൊലാലംപൂർ വന്ന സമയത്ത് സെൻട്രൽ മാർക്കറ്റിന്റെ ഭാഗത്താണ് റൂം എടുത്തത്. ആദ്യം അങ്ങോട്ടേക്ക് പോയാലോന്ന് ചോദിച്ചു. കാരണം അവിടെ നമുക്ക് റൂം 1300 രൂപ കാണാണ് ഏറ്റവും കുറഞ്ഞ പൈസക്ക് അന്ന് എടുത്തത്. പക്ഷെ ഇവിടുന്ന് 13 കിലോമീറ്റർ അങ്ങാണ് പോകാനുണ്ട്. അതും മെട്രോയിൽ മാറി കയറിയിട്ടൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വരുമ്പോൾ നല്ല ചിലവാകും, ടൈം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു ഒരു 200 രൂപ അല്ലേ ഇവിടെ തന്നെ ബുക്ക് ചെയ്യാന്ന് കരുതി. ഇപ്പൊ എന്താ പറയാ, അടുത്ത കിടിലൻ യാത്രയാണ്. ബസ്സിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ മനസ്സിലാണെന്നിരിക്കും. ബൈ ബൈ.